മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇംഫാൽ താഴ്വരയിലെ മുഴുവൻ സ്കൂളുകളും നവംബർ 23 വരെ അടച്ചിടും. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം. സംഘർഷത്തെ തുടർന്ന് ഇംഫാലിലെ 5 ജില്ലകളിലെ സ്കൂളുകൾക്ക് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു. സ്വാതി സന്തോഷുണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വാതി, 7 ജില്ലകളിലെ ഇന്റർനെറ്റ് സംവിധാനം വിച്ഛേദിച്ചിരിക്കുകയാണ്. അത് 3 ദിവസം കൂടെ നീട്ടിയിട്ടുമുണ്ട്. കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നുണ്ട് മണിപ്പൂർ. ഇപ്പോൾ 19 മാസമായി തുടരുന്ന ഈ അക്രമ സംഭവങ്ങളിൽ യാതൊരു നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കുട്ടികളെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടത്തിൽ അക്രമ സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു സുരക്ഷാ സംഗതിയിലേക്ക്, അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് മാറുന്നത്. തീർച്ചയായും അന്ന, മണിപ്പൂരിൽ ഇപ്പോൾ 1 വർഷക്കാലമായി ഈ വംശീയ കലാപം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ജിരിബാമിലെ സംഭവത്തിന് ശേഷം ജിരിബാമിൽ 6 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും ഇത്തരത്തിൽ മണിപ്പൂർ പ്രക്ഷുബ്ധമാവുന്ന സാഹചര്യത്തിലേക്ക് പോയത്. ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് മണിപ്പൂർ പോകേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. ഇംഫാൽ താഴ്വരയിലെ മുഴുവൻ സ്കൂളുകൾക്കും, അതായത് സർക്കാർ അംഗീകൃത മുഴുവൻ സ്ഥാപനങ്ങൾക്കും നവംബർ 23 വരെ അടച്ചിടാൻ വേണ്ടിയുള്ള ഉത്തരവാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. സംഘർഷം തുടരുന്ന സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാനം പോയിട്ടുള്ളത്. സംഘർഷത്തെ തുടർന്ന് ഇംഫാലിലെ 5 ജില്ലകൾക്ക് നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു. ജിരിബാമിൽ അടക്കം, ഇംഫാൽ വെസ്റ്റും അടക്കമുള്ള ജില്ലകളിൽ അവധി തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ അവധി നീട്ടിയുള്ള പ്രഖ്യാപനം വന്നിട്ടുള്ളത്. മാത്രമല്ല, മണിപ്പൂരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കർഫ്യൂ തുടരുകയാണ്. അതോടൊപ്പം തന്നെ മൊബൈൽ ഇന്റർനെറ്റ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അതും വീണ്ടും 3 ദിവസത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. മൊത്തത്തിൽ സംഘർഷഭരിതമായി മണിപ്പൂർ പോവുകയാണ് എന്ന് പറയേണ്ടി വരും. മാത്രമല്ല, ഈ MLA-മാരുടെയും മന്ത്രിമാരുടെയും അടക്കം വീടുകളിലേക്കുള്ള ആക്രമണവും വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സുരക്ഷകളൊക്കെ തന്നെയും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മണിപ്പൂരിലെ സംഘർഷത്തിൽ ഒരു അയവും വരുത്തുന്നതിൽ അല്ലെങ്കിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. ആ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖ്യകക്ഷികൾ പോലും BJP-ക്കെതിരെ തിരിയുന്ന സാഹചര്യമുണ്ട്. BJP-യിൽ കടുത്ത ഭിന്നത സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ മണിപ്പൂരിന്റെ സാഹചര്യം കൂടുതൽ രൂക്ഷമായി തന്നെ പോവുകയാണ്. അന്ന, ശരി, സാദി സന്തോഷ് വിവരങ്ങൾ നൽകിയത്.